ദേവസ്വം ജീവനക്കാരുടെ വ്യാജ തിരിച്ചറിയൽ കാർഡുമായി സന്നിധാനത്ത് തീർത്ഥാടകരെ പറ്റിച്ചിരുന്ന സംഘം പിടിയിൽ. സംഘത്തിലെ 4 പേരെയാണ് സന്നിധാനം പോലീസ് പിടികൂടിയത്. വയനാട് കൽപ്പറ്റയിലെ സ്റ്റുഡിയോയിൽ നിന്നാണ് തിരിച്ചറിയൽ കാർഡ് നിർമ്മിച്ചത്. സന്നിധാനത്ത് തിരിച്ചറിയൽ കാർഡ് ധരിച്ച് സേവനം ചെയ്തിരുന്ന വയനാട് കാക്കവൽ മൈലക്കാട് രവീന്ദ്രനെ ദേവസ്വം വിജിലൻസ് ആണ് പിടികൂടിയത്. തിരിച്ചറിയൽ കാർഡിലെ ദേവസ്വം ബോർഡിന്റെ ഔദ്യോഗിക ഒപ്പ് വ്യാജമാണെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് വിജിലൻസ് ഇയാളെ പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചത്. തുടർന്ന് രവീന്ദ്രനെ ചോദ്യം ചെയ്ത് മറ്റു 3 പേരെ കൂടി അറസ്റ്റ് ചെയ്തു. കോഴിക്കോട് കസബ സ്വദേശി തൊടിയിൽ വിനേഷ്, വെളിയമ്പറമ്പ് ചെട്ടിച്ചങ്ങണ്ടി മനോജ്, മാവൂർ ഐനിക്കാട് ശംഭുദാസ് എന്നിവരെയാണ് പിന്നീട് പിടികൂടിയത്. ഇവര് രാവിലെ അക്കോമഡേഷനിൽ നിന്ന് അവരുടെ പേരിലോ മറ്റാരുടെയെങ്കിലും പേരിലോ റൂം എടുത്ത ശേഷം വൈകുന്നേരങ്ങളിൽ ഇരകളെ കണ്ടെത്തി, അയ്യപ്പ ഭക്തന്മാരെ കണ്ടെത്തി അവർക്ക് റൂം ആവശ്യമുണ്ടെങ്കിൽ അത് വലിയ തുകയ്ക്ക് ഇവർക്ക് നൽകുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ തുകയ്ക്ക് വരുന്ന അയ്യപ്പന്മാരെ താമസിച്ച ശേഷം ഈ കാർഡ് ഉപയോഗിച്ച് ഇദ്ദേഹം മേളിൽ കൊണ്ടുപോയിട്ട് ഇവരെ തൊഴിയുകയും മറ്റു കാര്യം ഫെസിലിറ്റേഷനൊക്കെ ചെയ്തു കൊടുക്കും. അതിന്റെ പ്രതിഫലമായിട്ട് ഇവർ വലിയൊരു തുക ഇവര് ഈടാക്കാറുണ്ട്. ദേവസ്വം അക്കോമഡേഷൻ സെനറ്റിൽ ഓരോ ദിവസവും മുറികൾ വാടകയ്ക്കെടുക്കുകയാണ് അവസാനം പിടിയിലായ 3 പേരുടെ ജോലി. ഇത് കൂടിയ തുകയ്ക്ക് തീർത്ഥാടകർക്ക് വാടകയ്ക്ക് നൽകും. കൂടാതെ വ്യാജ തിരിച്ചറിയൽ കാർഡ് ഉപയോഗിച്ച് തീർത്ഥാടകർക്ക് നെയ്യഭിഷേകം നടത്തിക്കൊടുക്കുകയും സോപാനത്തിന് മുൻപിൽ നിന്ന് തൊഴുവാനുള്ള സംവിധാനവും നൽകും. ഇതിന് ആയിരങ്ങളാണ് തീർത്ഥാടകരിൽ നിന്നും ഈടാക്കിയിരുന്നത്. ഇവരിൽ നിന്ന് 60,000 രൂപയും പോലീസ് പിടിച്ചെടുത്തു. ഇത്തരത്തിൽ നിരവധി സംഘങ്ങൾ സന്നിധാനത്ത് പ്രവർത്തിക്കുന്നുണ്ട് എന്നാണ് പോലീസിന്റെ നിഗമനം. അതുകൊണ്ട് അന്വേഷണം തുടരാനും സന്നിധാനം തീരുമാനിച്ചിട്ടുണ്ട്. റിപ്പോർട്ടർ, സന്നിധാനം.